ഹായ് എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലരെങ്കിലും സൈക്കോളജിയുടെ ഒരു ബ്രീഫ് റീക്യാപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ സൈക്കോളജിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഈഗോ ഡിഫെൻസ് മെക്കാനിസമാണ്. അത് ഓൾറെഡി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ പല ഏജ് ഗ്രൂപ്പിൽ വരുന്ന സൈക്കോളജിക്കൽ നീഡ്സ്, അതിന് ആസ് എ നേഴ്സ് വാട്ട് യു ഷുഡ് ഡു. അപ്പോൾ ഇൻഫൻസി 0 to 1 ഇയറിൽ സമയത്താണ് ഭയങ്കരമായിട്ട് ബോണ്ടിങ്ങും സെക്യൂർ ഫീലിങ്ങും അവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സെൻസറി സ്റ്റിമുലേഷനാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ആ സമയത്ത് വി ഷുഡ് ബിൽഡ് ട്രസ്റ്റ് to the infant by through touch or your voice, presence, and also very important is involve the parents in care. ഇനി ചൈൽഡ്ഹുഡ് ഏജ് ഗ്രൂപ്പ് 1 മുതൽ 12 വയസ്സ് വരെ ആണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ കളിക്കണം അല്ലേ, കളിച്ച അവർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദേ ഓൾസോ നീഡ് ലവ് ആൻഡ് എ റുട്ടീൻ. ഒരു റുട്ടീൻ ഉണ്ടാവണം അവിടെ. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ദേ കൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൽനെസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഹെൽപ്പ് ദം പ്ലേ, അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദി ഇൽനെസ്. അപ്പോൾ ഇൽനെസ്സിനെ പറ്റി നന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. സോ ഫിയർ റെഡ്യൂസ് ആവും. അടുത്ത അഡോൾട്ട്സിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 13 to 18 ഇയേഴ്സ് ആണ്. ഈ സമയത്താണ് ഇവർക്ക് ഐഡൻറ്റിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ പിയർ ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്. പിയർ അക്സെപ്റ്റൻസിന് വേണ്ടി എന്തും ചെയ്യും. ആൻഡ് ഓൾസോ പ്രൈവസി ആൻഡ് ഓട്ടോണമി ഈസ് 2 core things that they deserve at that age. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ്, മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഓട്ടോണമീനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ബി എംപത്തറ്റിക് വിത്ത് ദം. അഡൽഹുഡ് എന്ന് പറയുമ്പോൾ 19 to 60 ഇയേഴ്സ് ആണ്. ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, വീട് വയ്ക്കുക, കല്യാണം കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദർ ഇസ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. ജോലി വാങ്ങുക എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതുപോലെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാക്കുക, ഇൻറ്റിമസി. ദെൻ ദിൽ ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി, ദ ചിൽഡ്രൻ, എവറിത്തിങ്. ആൻഡ് ഓൾസോ ഈ സമയത്താണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയവും. ആൻഡ് ദേ കോപ്പ് അപ്പ്, they learn to cope up with stress during adulthood. അപ്പോൾ ഇവർക്കും നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ കോപ്പിംഗ് മെക്കാനിസംസിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൺ റിഗാർഡിംഗ് ദ ഹെൽത്ത് ഇഷ്യൂസ്. ഇനി എൽഡർലി 60+ ഓൾഡ് ഏജിലാണെങ്കിലോ അവർക്ക് വേണ്ടത് ബേസിക്കലി എന്താണ്, സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി മക്കളിൽ നിന്നോ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരിൽ നിന്നും ഒരു സെക്യൂർ ഫീലിംഗ് വേണം. പ്ലസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ഡിഗ്നിറ്റി. നമ്മൾ കാഷ്വലി തന്നെ നമ്മൾ പറ്റോ ആ കളവനും കളവും എങ്ങനെ പോകുന്നുണ്ടെന്ന്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സോ ഡിസ്റപ്റ്റീവ് ഫോർ ദെയർ ഈഗോ that they feel that they are not receiving their respect or dignity. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഡിഗ്നിറ്റി ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമ്മളതങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യരുത്. അഡ്രസ് ദം ആസ് with their name or something which will give respect as an elder person. ഡിഗ്നിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അവർക്ക് വേണ്ടത് സോഷ്യൽ കണക്ഷൻ, അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് വാചകം അടിച്ച് അങ്ങനെ ഇരിക്കുക. ആൻഡ് ദേ ഓൾസോ കോപ്പ് വിത്ത് ലോസ്. ചിലപ്പം അവരുടെ സ്പൗസിൻ്റെ ലോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ സംബഡി ക്ലോസ്, ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ സംവൺ, അല്ലെങ്കിൽ മക്കളും ആവാം. സോ സംബഡി ക്ലോസ് ടു ദം, they have to cope up with loss during that age. Appa as a nurse what you should do is make sure that they are respected. Okay, respectful communication is very very important. And also prevent isolation. അവർ ഒറ്റയ്ക്കായി പോകാതെ നോക്കുക. And mental health is also important at this age. Now coming to vulnerable individuals. വൾണറബിൾ ഇൻഡിവിജ്വൽസിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് വൾണറബിൾ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ലൈക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളവരെ നമ്മൾ അങ്ങനെ വൾണറബിൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുക. അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും. പിന്നെ അവർ ഡിപ്പെൻഡബിൾ ആയിരിക്കും മറ്റുള്ളവരിൽ. അതുപോലെ തന്നെ ആ ഡിപ്പെൻഡബിലിറ്റി എന്ന് വരുന്ന ആങ്സൈറ്റി ഉണ്ടാകും. പിന്നെ സ്റ്റിഗ്മ, ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത ആളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് they get stigmatized easily in the society. So what you should do, ഇൻഡിപെൻഡൻസ് എത്രത്തോളം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊമോട്ട് ചെയ്യുക ഇൻഡിപെൻഡൻസ്. പിന്നെ ഇൻക്ലൂസീവ് കെയർ, അവരെയും കൂടെ കരുതിക്കൊണ്ടുള്ള നഴ്സിംഗ് കെയർ വേണം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അടുത്ത വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിമൻ ആണ്. വിമനിൽ
ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് എല്ലാവരും അനുഭവിക്കും. വീട്ടിൽ തന്നെ ചിലപ്പം തരംതിരിവ് കാണും. ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ, നീ അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഉള്ള റോൾ കോൺഫ്ലിക്ട്സ്. ദെൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് വയലൻസ്. പല കുടുംബങ്ങളിലും വീടുകളിലും ദേ അണ്ടർഗോ സൈലൻറ്റ്, ദേ ആർ സബ്ജക്റ്റ് ടു സൈലൻറ്റ് വയലൻസ്, വെർബലി ആൻഡ് ഫിസിക്കലി. നമ്മളെപ്പോഴും വിചാരിക്കും ഇടിച്ചാൽ മാത്രമേ അത് വയലൻസ് ആവുള്ളൂ. അങ്ങനല്ല, വെർബൽ വയലൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുക പെണ്ണുങ്ങളെയൊക്കെ, പിന്നെന്താ, വളരെ മോശമായിട്ട് സംസാരിക്കുക അവരോട്, അതൊക്കെയും വെർബൽ വയലൻസിൻ്റെ പാർട്ട്. സോ ഓൾ ദാറ്റ് കംസ് അണ്ടർ വയലൻസ്. സോ ഗിവ് റെസ്പെക്റ്റ്, മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി, എംപവർ ദം. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് അവരെ എൻകറേജ് ചെയ്ത് അവരെ എംപവർ ചെയ്യുക. ആൻഡ് ദെയർ മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പലരും അത് ഓവർലുക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ലേഡീസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇൻസൈഡ് ദ ഹോം. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം വട്ട് മാത്രമല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. വി നീഡ് ടു പ്രൊമോട്ട് ദെയർ മെൻ്റൽ ഹെൽത്ത് ബിഫോർ ദേ ബിക്കം മെൻ്റലി സിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സിക്ക് ഇൻഡിവിജ്വൽസ്. പലതരത്തിലുള്ള സിക്നെസ്സസ് ഉണ്ടാവുമല്ലോ, ലുക്കീമിയ, അതുപോലെ ക്രോണിക് ഇൽനെസ്സസ്, COPD, അങ്ങനെ. അവർക്ക് എപ്പോഴും ഫിയർ ആൻഡ് ആങ്സൈറ്റിയാണ്. ചിലപ്പം മരിച്ചു പോകുമോ എന്നുള്ള ഫിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്നെ ആരെങ്കിലും, ഞാൻ കിടന്നു പോവുമോ, എന്നെ ആരും നോക്കാനില്ലല്ലോ, ഞാൻ കിടന്ന് ആരെന്നെ വന്ന് പരിചരിക്കും, ഇങ്ങനത്തെയൊക്കെ ഫിയറും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകും. ദേ ഗോ ഇൻ ടു ഡിപ്രഷൻ. ദർസ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ലോസ് ഓഫ് കൺട്രോൾ. അവർക്ക് അവരുടെ മനസ്സ് പോകുന്നിടത്ത് ശരീരം നിൽക്കാതെ വരുമ്പോൾ അവർക്ക് ലോസ് ഓഫ് കൺട്രോൾ ഫീൽ ചെയ്യും. സോ യു ഹാവ് ടു ഗിവ് ഇമോഷണൽ സപ്പോർട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. പ്രോപ്പർ കമ്പാഷനേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് റിക്വയർഡ്. നെക്സ്റ്റ് ഇസ് ടെർമിനലി ഇൽ ക്യാൻസർ പേഷ്യൻസ്. അവരും ദേ ആർ ബാറ്റ്ലിംഗ് ഫിയർ ഓഫ് ഇൽനെസ്, അല്ലെ ഫിയർ ഓഫ് ഡെത്ത് ആൻഡ് ഗ്രീഫ് ആൻഡ് ലോൺലിനെസ്. ഞാനിപ്പോൾ മരിക്കാൻ പോവാണെന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര കാലം അങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലേ? സോ ദേ നീഡ് പാലിയേറ്റീവ് കെയർ സപ്പോർട്ട്, ദെൻ യുവർ പ്രസൻസ്, സ്പിരിച്വൽ കെയർ, ആൻഡ് ഓൾവേസ് ഗിവ് എ ലിസ്ണിംഗ് ഇയർ. Then another neglected or vulnerable group is victims of abuse. Domestic violence ആവും, റേപ്പ്, അങ്ങനെയൊക്കെ ഉള്ളതിൽ ദേ ഗോ ത്രൂ ട്രോമ, ഫിയർ ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂസ്. ഒരു പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല. സോ ട്രോമ ഇൻഫോംഡ് കെയർ, സേഫ്റ്റി ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി റെഫറൽ ഇസ് റിക്വയർഡ് ഹിയർ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇത്. അപ്പോൾ പല തിയറീസ് ബേസ് ചെയ്തുകൊണ്ടാണ് പേഴ്സണാലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. ഒന്ന്, ടൈപ്പ് ബേസ്ഡ് തിയറീസ്. ടൈപ്പ് ബേസ്ഡ് തിയറി എന്ന് പറയുമ്പം ആദ്യത്തത് ഹിപ്പോക്രേറ്റ്സിൻ്റെ ടെമ്പർമെൻറ്റ് തിയറി. ഇതാണ് ആദ്യമായിട്ടുണ്ടായ classification of personality. Okay, earliest classification of personality is Hippocrates temperament theory, where 4 different types of personality നെ പറ്റി പറയുന്നുണ്ട്. സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രറ്റ്സിൻ്റെ പ്രകാരം ലൈവ്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കോളറിക് എന്ന് പറഞ്ഞാൽ ആംബീഷ്യസ് ആൾക്കാരാണ്. മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ ചിന്താമഗ്നരായ ആൾക്കാരാണ്, തോട്ട്ഫുൾ ആയിട്ടുള്ളവരാണ്. ഫ്ലെഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അടുത്ത കാൾ ജങ് പറഞ്ഞിട്ടുണ്ട് പേഴ്സണാലിറ്റി ടൈപ്സ്. പുള്ളി പറഞ്ഞത് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ എനർജി ടൈപ്പ്, എനർജി ഓറിയൻറ്റേഷൻ അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് അവർക്ക് എനർജി കിട്ടുന്നത്, ഒത്തിരി ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ എക്സ്ട്രോവേർട്ടായിട്ട്, അങ്ങനെയുള്ളവർ എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ് അവർ കൂടുതലും നോക്കുക. ഹൗ ക്യാൻ ദേ, സെൽഫ് ടോക്കൊക്കെയാണ് കൂടുതലും. അടുത്തത് ഷെൽഡൻസ് സൊമാറ്റോ ടൈപ്സ്. സൊമാറ്റോ എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ് അർത്ഥം, സൊമാറ്റോ. അപ്പോൾ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. എന്താണ്? എക്ടോമോർഫ്, മീസോമോർഫ്, എൻഡോമോർഫ് എന്നാണ് ക്ലാസിഫിക്കേഷൻ. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരെയാണ്. മീസോമോർഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങനെ വിളിക്കുക. അടുത്തത് ട്രേറ്റ് ബേസ്ഡ് തിയറി. ഇതിനകത്ത് ആൽപോർട്ട്സ് ട്രേറ്റ് ബേസ് എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റിയുടെ ചില ട്രേറ്റ്സ് വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ആൽപോർട്ട്സ് ട്രേറ്റ് തിയറി എന്താ പറയുന്നത്? 3 മെയിനായിട്ടുള്ള ട്രേറ്റ് വെച്ചിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഉള്ളതെന്നാണ്. കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ആയിട്ട് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു
ഒരു ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ മനുഷ്യനെ യുണീക്ക് ആക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, അതാണ് കാർഡിനൽ എന്ന് പറയുന്നത്. അവരിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്. ചില ആൾക്കാർ ഭയങ്കര എംപത്തറ്റിക് ആയിരിക്കും, ഓവറായിട്ട് നമ്മൾ അത് എടുത്തു നിൽക്കും പേഴ്സണാലിറ്റിയിൽ, അതാണ് ഡോമിനൻ്റ്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് ഓഫ് നഴ്സസ് ആണ്, നമുക്കെല്ലാം ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ടൈമിന് പോകണം, പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പക്കായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ലൈഫിലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാകും. കാരണം പ്രൊഫഷനിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. ടീച്ചർമാരെ കണ്ടിട്ടില്ലേ? ടീച്ചർമാരെ കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ ഇവർ ഹെഡ് മിസ്ട്രസ് ആയി റിട്ടയർ ചെയ്തവരാണ്. അവർ നമ്മളുടെ ഒരു അസസ്മെൻറ്റിൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതാണ് ഈ ബേസിക് ട്രേറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സെൻട്രൽ ടു ദം. ദെൻ സിറ്റുവേഷണൽ, വിച്ച് ഇസ് ഓൾസോ കോൾഡ് എ സെക്കൻഡറി ട്രേറ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. സുനാമി വന്നപ്പം എങ്ങനെ റിയാക്ട് ചെയ്തു, അതല്ലെങ്കിൽ ഫ്ലഡ് വന്നപ്പം ഓരോ വ്യക്തികളും എങ്ങനെയാണ്, അതാണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അവരുടെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച്. ദെൻ കറ്റൽസ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഇദ്ദേഹം 13 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ ലിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ അതിൽ ചിലത് മാത്രം. ദെൻ ഏസൻ കേസ് 3 ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയുടെ 3 ഡയമെൻഷൻസ് ആണ് ഇദ്ദേഹം പറയുന്നത്. എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം. എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യബിലിറ്റിയാണ്, ഒരാളുടെ സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണാലിറ്റിയാണ്. സൈക്കോട്ടിസം എന്ന് പറഞ്ഞാൽ ടഫ്നെസ് ആണ്. പിന്നെ അടുത്തത് ബിഗ് 5 ഓഷൻ മോഡൽ. ഓഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, OCEAN. 5 ബ്രോഡ് ട്രേറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ അത് ഇമാജിനേഷൻ ആണ്. Conscientiousness is discipline. Extraversion is sociability. Agreeableness is kindness. Neuroticism is instability. അങ്ങനെ 5 കാര്യങ്ങൾ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ഒന്നും ഓർക്കാൻ ഇതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആൽപോർട്ട്സ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സൈക്കോ അനാലിറ്റിക്കൽ തിയറി, ഫ്രോയിഡിൻ്റെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, എങ്ങനെ വേണേലും ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇഡ് എന്ന് പറയാൻ നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ ഇൻസ്റ്റിങ്സ് ഒക്കെ ഒളിഞ്ഞിരിക്കുന്നതാണ് ഇഡ്. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രെയിൻ വെച്ച് ചിന്തിക്കത്തില്ല, ലോജിക്കലി തിങ്ക് ചെയ്യുന്ന, റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പാർട്ടാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോറൽ ആസ്പെക്ട്സ്, അത് ശരിയോ തെറ്റോ എന്നുള്ള ആസ്പെക്ട് അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്റ്റ് കവർ ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. അപ്പോൾ ഇഡ് എപ്പോഴും പ്ലഷർ പ്രിൻസിപ്പലാണ് അത് ഫങ്ഷൻസ് ചെയ്യുന്നത്. എനിക്കിത് വേണം, അത് വേണം, എനിക്ക് കഴിക്കണം, അങ്ങനെ നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇഡിനകത്ത് വരുന്നത്. ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഡിലെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഈഗോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൂപ്പർ ഈഗോനെയും ഇഡിനെയും തമ്മിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏത്, ശരി ഏത്, തെറ്റ് ഏത് എന്നൊക്കെ നമ്മുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ ഈഗോ കാരണമാണ്. ഇഡ് ജനിച്ചപ്പോൾ തന്നെ ഉണ്ടാവും. ഈഗോ എന്ന് പറയുന്നത് ജനിച്ചതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്നതാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 വയസ്സ് വരെയൊക്കെ ആ സമയത്താണ് അവർക്കത് ഡെവലപ്പ് ചെയ്യുക. സോ ഇഡ് എപ്പോഴും അൺകോൺഷ്യസ് ലെവലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ഈഗോയും. ഈഗോ ചിലപ്പം അൺകോൺഷ്യസ്, ചിലപ്പോൾ കോൺഷ്യസ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യും. സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേസിക് ഇൻസ്റ്റിങ്സ് ആണ്. സെക്ഷുവൽ ഇൻസ്റ്റിങ്സ്, പിന്നെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, പിന്നെ സർവൈവൽ ഇൻസ്റ്റിങ്സ്, അഗ്രഷൻ. നമ്മുടെ എല്ലാവരുടെ അകത്തൊരു വയലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അഗ്രഷൻ, പെട്ടെന്ന് ഇങ്ങനെ ചില ആൾക്കാർ കണ്ടില്ല, ദേഷ്യം പറഞ്ഞാൽ ഒന്ന് പറയുന്നത് അടുത്തത് അടിയാണ്. സോ ദാറ്റ് ദേ ഓപ്പറേറ്റ് അറ്റ് ദിസ് ലെവൽ ഓഫ് ഇഡ്. ദെൻ ഈഗോയിലാണെങ്കിൽ ലോജിക് ആൻഡ് പ്രോബ്ലം സോൾവിങ് തിങ്സ് ഹാപ്പൻസ് ദെയർ. ആൻഡ് സൂപ്പർ ഈഗോയിലാണെങ്കിൽ നമ്മുടെ വാല്യൂസ് ഉണ്ടല്ലോ, സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് സൂപ്പർ ഈഗോ ആണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിത് ഇപ്പം തന്നെ വേണം എന്ന് പറയുന്നതാണ് ഇഡ്. ഈഗോ എന്ന് പറഞ്ഞാൽ, അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗം എനിക്ക് കിട്ടിയേ തീരൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അത് നിങ്ങളുടെ ബേസിക് നീഡാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പെർമനൻ്റ് ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി വേണം, ഐ വാണ്ട് ഇറ്റ് നൗ. അത് നിങ്ങളുടെ ഇഡ് ലെവലാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത് എന്താണ്? ഓക്കെ, എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം.
അത് ഈഗോ. അതല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് വേണം, എനിക്കൊരു കൗൺസിലറിൻ്റെ ആവശ്യം, ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു കോച്ചിങ് സെന്ററിൽ ചേരുവോ, അതും നിങ്ങളുടെ ഈഗോ. സോ യു ആർ ട്രൈങ് ടു ഫൈൻഡ് എ റിയലിസ്റ്റിക് വേ. നിങ്ങളുടെ ലോജിക് തിങ്കിങ്ങാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് സൂപ്പർ ഈഗോ. അപ്പം നിങ്ങളുടെ ഇഡ് പറയുന്നു എനിക്കിതിപ്പോൾ കിട്ടിയേ പറ്റുള്ളൂ എന്ന്. അപ്പം നിങ്ങളുടെ ഈഗോ പറഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ എവിടെ എത്തില്ല, ഞാൻ ഒന്നും പഠിച്ചില്ല, അല്ല എനിക്കൊന്നും അറിയത്തില്ല, ഐ എം കൺഫ്യൂസ്ഡ്. PSCയിൽ ആരെങ്കിലും മെമ്പേഴ്സിന് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ പോയി കുറച്ച് പൈസ കൊടുത്ത് ഈ ജോലി എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമോ, അത് തുണ്ട് വയ്ക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് ഇതെല്ലാം ശരിയല്ല, അതൊന്നും ശരിയല്ല, അതൊക്കെ നീതിക്ക് ന്യായത്തിനും നിരക്കാത്ത കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ സൂപ്പർ ഈഗോ. സോ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നൗ കമ്മിങ് ടു മെഷർമെൻറ്റ് ഓർ ഇവാലുവേഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് റൊഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണാലിറ്റി മെഷർമെൻറ്റ്. റൊഷാർക്സ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ? ഇതാണ് ഒരു പടം ഇങ്ങനെ കൊടുത്തിട്ട്, സിമെട്രിക്കൽ ഒരു പടം കൊടുത്തിട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയും. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ വീഡിയോ കാണുന്നവരൊന്ന് നോക്കിക്കേ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്ന്. പല ആൾക്കാർക്കും പലതാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റീനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ അൺകോൺഷ്യസ് തോട്ട്സ്, ഇമോഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് തീമാറ്റിക് എ പെർസെപ്ഷൻ ടെസ്റ്റ്. ഈ പിക്ചർ, ഒരു പിക്ചർ ഇവിടെ ഉണ്ട്, ഒരു അമ്മച്ചി ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു മനുഷ്യൻ ഇവിടെ കാളയെ പൂട്ടുക വയലിൽ, ഒരു സ്ത്രീ ഇവിടെ എന്തോ പുസ്തകം കൊണ്ടിങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഇതിനെ ഒരു കഥയായിട്ട് പറയാനായിട്ട് പറയും. അപ്പോൾ അവർ പറയുന്ന കഥ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള പേഴ്സണൽ കോൺഫ്ലിക്ട്സും അകത്തൊളിഞ്ഞു കിടക്കുന്ന ഇമോഷൻസും ഒക്കെ അതിൽ നമ്മുടെ അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇതാ ഇവിടെ ലൈക്ക് എന്താ ചോദിച്ചേക്കുന്നത്, മോസ്റ്റ് ചിൽഡ്രൻ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ് മാത്രം കൊടുത്തിട്ട് ബാക്കി അത് ഫില്ല് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഐ ഡാഷ്, അപ്പം ഞാനത് ബാക്കി ഫില്ല് ചെയ്യണം. ഐ ആം, ഇവിടെ ഈ കൊച്ചു എഴുതിയേക്കുന്ന ഐ ആം സംടൈംസ് സാഡ്. ഓക്കെ, പിന്നെ ഒരു ചോദ്യം, ഐ വോണ്ട് ടു ഡാഷ്. അപ്പോൾ ഈ കൊച്ചു എഴുതിയിരിക്കുന്നു ഐ വോണ്ട് ടു അവോയ്ഡ് ഡിസപ്പോയിൻമെൻറ്റ്. അങ്ങനെ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, സെൽഫ് ഇമേജസ്, ഫീലിങ്സ്, ഡിസയേഴ്സ്, എവറിത്തിങ് വിൽ കം ഔട്ട് ലൈക്ക് ദിസ്. അടുത്തത് ഇതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് പേഴ്സണാലിറ്റിയുടെ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഓർ അതിന് ഇൻവെൻട്രി എന്നും പറയും. ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇൻവെൻട്രീസ് മാത്രം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. അപ്പോൾ ഇത് ഒരാളുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറും അതിൻ്റെ പത്തോളജിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ 16PF എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ നേരത്തെ കാറ്റലിൻ്റെ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ 16 ട്രെയ്റ്റ്സും പഠിക്കാനുള്ള ഇൻവെൻട്രിയാണ്. അടുത്ത് ബെക്സ് ഡിപ്രഷൻ ഇൻവെൻട്രി. ഇത് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടോ, അത് എത്ര ലെവലിലുണ്ടെന്നൊക്കെ ഉള്ള മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രേറ്റ് ആങ്സൈറ്റി ഇൻവെൻട്രി. ഇതൊക്കെ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ഓരോ വ്യക്തികൾ ഡെവലപ്പ് ചെയ്ത് സൈക്കോമെട്രിക് അനാലിസിസ് ഒക്കെ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ടൂൾസാണ്. കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യാനും പറ്റും നമുക്ക്. അപ്പോൾ സ്റ്റേറ്റ് ട്രേറ്റ് ആങ്സൈറ്റി ഇൻവെൻട്രിയിൽ ആങ്സൈറ്റിയാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ കാലിഫോർണിയ സൈക്കോളജിക്കൽ ഇൻവെൻട്രി വിച്ച് മെഷേഴ്സ് ദി ഇന്റർപേഴ്സണൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. പിന്നെ മേയേഴ്സ് ബ്രിക്സ് ടെസ്റ്റ്, മേയേഴ്സ് ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് ചിലതൊക്കെ മോസ്റ്റ് ഓഫ് ദീസ് ആർ പെയ്ഡ്, ബട്ട് MBTI ഈസ് ഫ്രീലി അവൈലബിൾ ഇൻ ദ ഇൻ്റർനെറ്റ്. സോ എപ്പോഴെങ്കിലും നിങ്ങൾ ചുമ്മാ സമയമുള്ളപ്പോൾ ഒന്ന് കയറി നോക്കൂ ആൻഡ് അനലൈസ് യുവർ പേഴ്സണാലിറ്റി. യു വിൽ ഐഡൻറ്റിഫൈ സോ മെനി, നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് 18-ാം തീയതിക്ക് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി ടൈപ്പ് പ്രിഫറൻസസ്. വെൽഷർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ നമ്മുടെ ഇൻ്റലിജൻസ്, അഡൾട്ട് ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യാനാണ്. അതുപോലെ കുട്ടികൾക്കുണ്ട് മെഷർ ദ ഇൻ്റലിജൻസ് ഇൻ ചിൽഡ്രൻ. സോ ബേസിക്കലി ഈ ഇൻവെൻട്രീസ് എന്തിനാ, നമ്മുടെ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അസസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. അടുത്തത് എങ്ങനെ പേഴ്സണാലിറ്റി അസസ് ചെയ്യും? ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. അപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ റിസർച്ചിലും ഡേറ്റ കളക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ.
ഞാനത് ലിങ്ക് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇതൊരു മെത്തേഡ് ഓഫ് റിറ്റെയിനിങ് യുവർ മെമ്മറി, തിങ്സ് ഇൻ യുവർ മെമ്മറിയാണ്. യു ലിങ്ക് തിങ്സ് വിച്ച് ആർ സിമിലർ ഓർ വിച്ച് യു നോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞു. അവിടെയും ഇത് തന്നെയാണ് മെത്തേഡ്സ് നമ്മൾ ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം ഒബ്സർവേഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ബിഹേവിയറിനെ കറക്റ്റായിട്ട് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. രണ്ടാമത്തേത് ഇൻ്റർവ്യൂവിൽ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. ഒബ്സർവേഷനിൽ ആക്ച്വലി പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിസർച്ചിൻ്റെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കൊരു പ്രീ സെറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, പ്രീ ഡിറ്റർമിൻ ക്വസ്റ്റ്യൻസ്. അത് ചോദിച്ചുകൊണ്ട് നമുക്ക് അസസ് ചെയ്യാം. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എൻഡഡാണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നമ്മളൊരു ചോദ്യം ചോദിക്കും, ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കും, അവർക്ക് പിന്നെ അതിനെ ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അവർക്ക് അതേ പറയാൻ പറ്റും, കഴിച്ചു ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ഞാൻ ഇടിയപ്പം കഴിച്ചു, അതിലേക്ക് പുട്ടും കടലയും കഴിച്ചു, ഇങ്ങനെ പറയാൻ പറ്റും. അതാണ് ഓപ്പൺ എൻഡഡ്. അടുത്തത് ദീസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അറ്റൻഷൻ, പെർസെപ്ഷൻ, ഇതിനെപ്പറ്റി ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ ആദ്യം തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അറ്റൻഷനാണ് ആദ്യം. അറ്റൻഷൻ ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്. സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാർക്കും വായിക്കുമ്പോൾ കുറേ പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഡം ചെറുതായിട്ട് നോട്ട് തായോ, ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം കൂടി വായിക്കുമ്പം അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അടുത്തത് എങ്ങനെയാണ് അറ്റൻഷൻ? സെലക്റ്റീവ് അറ്റൻഷൻ അല്ലെങ്കിൽ ഫിൽറ്ററി. നമ്മളിപ്പോൾ പഠിക്കാനിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കും അല്ലേ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്ത് ഈ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, മറ്റേതെല്ലാം അങ്ങോട്ട് നമ്മൾ വിട്ട് കളയുന്നു. ചായ ഉണ്ടാക്കിയിട്ട് അരിപ്പയിൽ കൂടെ അരിച്ച് കഴിയുമ്പം അതിൻ്റെ ചായ കൊത്ത് അരിപ്പയിലും ബാക്കി ചായ ഗ്ലാസ്സിലും വരുന്നില്ല. അത് തന്നെയാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്, ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ഡിവൈഡഡ് അറ്റൻഷൻ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണിത്. മൾട്ടി ടാസ്കിങ്. കൊച്ചിനെ നോക്കും, ഇപ്പുറത്തുകൂടെ വീഡിയോയും കാണും, അപ്പുറത്തു കൂടി ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ അതിനിടയിൽ കൂടെ ഹോംവർക്കും നോക്കും, ഇങ്ങനെ എല്ലാം കൂടി ചെയ്യുന്നതാണ് ഡിവൈഡഡ് അറ്റൻഷനാണ്. അതാണ് മൾട്ടി ടാസ്കിങ്. പിന്നെ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ അറ്റൻഷൻ കഴിഞ്ഞു, അത് അടുത്ത് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വേറൊരു കാര്യത്തിൽ, ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി കൊച്ചിനെ ഫീഡ് ചെയ്ത് അതിൻ്റെ ഹോംവർക്കിൻ്റെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെയും തിരിച്ചു വരും. ദാറ്റ് ഇസ് കോൾഡ് ഷിഫ്റ്റിംഗ് അറ്റൻഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അറ്റൻഷനെ പിടിച്ചു നിർത്തുന്നത്? ഒന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ. ഇൻട്രസ്റ്റ് ഇല്ലാത്തത് നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തത് നമ്മൾ പഠിക്കുകയില്ല. രണ്ടാമത്തത് മോട്ടിവേഷൻ. പിന്നെ ഇൻറ്റൻസിറ്റി, എനിക്ക് എത്ര അറ്റൻഷൻ അതിനകത്ത് ഇടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കോൺട്രാസ്റ്റ് ആൻഡ് മൂവ്മെൻറ്റ്, അതൊക്കെ. സോ ദെൻ അറ്റൻഷൻ തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ട്, ലോങ് ഡ്യൂറേഷൻ അറ്റൻഷൻ. ഇറ്റ് വേരീസ് ബൈ ടാസ്ക്. നമ്മളിപ്പോൾ പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് എത്ര മാക്സിമം ഒരാൾക്ക് എത്ര അറ്റൻഷൻ സ്പാന് ഉണ്ടാവും പഠിക്കാൻ അറിയാവോ? നമ്മളെല്ലാം മണിക്കൂറുകളിരുന്ന് പഠിക്കാൻ ശ്രമിക്കുമല്ലേ? അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമുക്ക് 20 മിനിറ്റ് മാക്സിമം 10 മുതൽ 20 മിനിറ്റ്, 20 മിനിറ്റ് വരെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പോമഡോറോ ടെക്നിക്ക് പറയുന്നത്. 20 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക് എന്ന് നമ്മൾ പറയും. സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വായിക്കുന്നതൊക്കെയും നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ തലയിൽ കയറും. സോ യെസ്, അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഡെപ്ത് ഓഫ് ഫോക്കസ്, നമ്മൾ പഠിക്കുമ്പോൾ എത്ര ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അടുത്ത ഓൾട്ടറേഷൻസ്. ഈ അറ്റൻഷൻ എങ്ങനെ ഓൾട്ടേർഡ് ആവും? ഡിസ്ട്രാക്റ്റബിലിറ്റി ഉണ്ട്, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ചില ആൾക്കാർക്ക് 2 മിനിറ്റ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു, പിന്നെ അവരുടെ അറ്റൻഷൻ മാറും. ഹൈപ്പർ വിജിലൻസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് അറ്റൻഷൻ പ്രോബ്ലംസ്. അറ്റൻഷൻ ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ അറ്റൻഷൻ്റെ വരുന്ന ഓൾട്ടറേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഹൈപ്പർ വിജിലൻസ്, ചില ആൾക്കാർ എല്ലാം അങ്ങ് ഭയങ്കര ഓവർ അലേർട്ടാണ്. പിന്നെ ഈ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില അമ്മായിയമ്മമാർ മരുമക്കൾ അടുക്കളയിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് അവരൊത്തിരി ഹൈപ്പർ വിജിലൻ്റ് ആണ് അമ്മായിയമ്മമാർ. പിന്നെ ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കസ് ഇല്ലായ്മ. ദെൻ സെലക്റ്റീവ് ഇൻഅറ്റൻഷൻ. ഭാര്യ പറയുന്നു എനിക്ക് ഗോൾഡ് ഒരു കമ്മൽ മേടിച്ച് തരൂ എന്നുള്ളത്. അപ്പോൾ ഭർത്താവിന് ആ സമയത്ത് സെലക്റ്റീവ് ഇൻഅറ്റൻഷനാണ്, അവിടെ അത് കേൾക്കണ്ട, അത് ബ്ലോക്ക് ചെയ്തേക്കുക. പിന്നെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഡെഫിസിറ്റ്. എത്ര പഠിച്ചിട്ടും
തലയിൽ കയറുന്നില്ല, അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഫറ്റീഗ് എന്ന് പറയും. പിന്നെ ഇമ്പയർഡ് കോൺസെൻട്രേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും കൊച്ചിനെ നോക്കണം, പഠിക്കണം, അതിനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കണം, ഇങ്ങനെയൊക്കെ, അത് സ്കാറ്റേഡ് അറ്റൻഷൻ. അപ്പം ഇത് ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ ലേണിംഗ്. അറ്റൻഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ലേണിംഗ്. നെക്സ്റ്റ് ഇസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സെൻസറി ഇൻഫർമേഷൻ പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ, ഒന്ന് ഫിഗർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോക്കസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ്. അപ്പം നമ്മൾ എത്ര നമുക്ക് ഫോക്കസ് ഉണ്ടോ, എത്ര നമ്മൾ ആ സാധനത്തിലോട്ട് ക്ലോസ്നെസ് ഉണ്ടോ, അതല്ലെങ്കിൽ എത്ര സിമിലാരിറ്റി ഉണ്ട്, സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപോലെ, ഓർ എത്ര കംപ്ലീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതനുസരിച്ചാണ് നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ചപ്പാട് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇത് കാഴ്ചപ്പാട് എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, അറ്റൻഷൻ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം വരുന്നത്. അപ്പോൾ പെർസെപ്ഷൻസിൽ നമ്മുടെ ഒരു സെൻസറി സ്റ്റിമുലയുടെ പെർസെപ്ഷൻസ് ക്യാൻ ബി ഡിസ്റ്റോർട്ടഡ്. ഇതൊക്കെ നോർമൽ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് ഡിസ്റ്റോർട്ടഡ് ആവാം. അത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇല്യൂഷനും ഹാലുസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസറി സ്റ്റിമുലൈൻ്റെ മിസ്ഇൻ്റർപ്രിറ്റേഷൻ ആണ്. കയറ് കിടക്കുമ്പോൾ അത് പാമ്പ് എന്ന് വിചാരിക്കുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് പെർസെപ്ഷൻ, അവിടെ ഒന്നും ഇല്ല, പക്ഷെ നമുക്കിങ്ങനെ നമ്മളെ ആരോ വിളിക്കുന്നത് പോലെ, നമ്മുടെ പേര് വിളിക്കുന്നത് പോലെ ഒക്കെ തോന്നുന്നതാണ് ഹാലൂസിനേഷൻ. അടുത്തത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പ്രോബ്ലം സോൾവ്, റീസണിങ്, ലേണിംഗ്, ഇതൊക്കെയാണ്. നമ്മുടെ ഹെറിഡിറ്റി എൻവയോൺമെൻറ്റും ഇതിനെ അഫക്റ്റ് ചെയ്യും. ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചോളുക. 90 to 110 ആണെങ്കിൽ IQ ആണെങ്കിൽ അതിന് ആവറേജ് എന്നും, മോർ ദാൻ 130 ആണെങ്കിൽ ഗിഫ്റ്റഡ് എന്നും. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം. ലെസ് ദാൻ 70 ആണെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനും, 70 to 89 ആണെങ്കിൽ ബോർഡർ ലൈൻ എന്നും, 90 to 110 എന്ന് പറഞ്ഞ ആവറേജും, മോർ ദാൻ 130നെ ഗിഫ്റ്റഡ് എന്നും പറയും. പിന്നെ ഈ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിൽസ് ആൻഡ് ബിനറ്റ് സൈമൺ, സ്റ്റാൻഫോർഡ് ബിനറ്റ്, വെഷ്ലേഴ്സ് സ്കെയിൽ, ഇതൊക്കെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനാണ്. ഓക്കെ, അടുത്ത ലേണിംഗ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ബിഹേവിയർ ചേഞ്ച് ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന പെർമനൻറ്റ് ബിഹേവിയർ ചേഞ്ച്. ടൈപ്സ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ പട്ടിയുടെ എക്സ്പെരിമെൻ്റ് ഓർമ്മയില്ലേ? പട്ടിക്ക് ബെല്ലും അടിച്ച് ഭക്ഷണവും കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരുന്നു. അങ്ങനെ കുറേ ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചുമ്മാ ബെല്ലടിച്ചാൽ തന്നെ ഫുഡില്ലെങ്കിലും പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ അസോസിയേഷൻ. അത് ബെല്ലിൻ്റെ സൗണ്ടും സലൈവേഷനും തമ്മിൽ അസോസിയേഷനായി. ദാറ്റ് ഈസ് പൗലോസ് എക്സ്പെരിമെൻറ്റ്. ഇത് പഠിക്കണം, ഇത് പഠിക്കണം, ആരാണ് ഈ ചെയ്തതെന്ന്, ഇത്രയും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ആണ്. അവിടെ റിവാർഡും പണിഷ്മെൻറ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലേണിംഗ് നടക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ക്ലാസ്, ഇതാരാ കൊണ്ടുവന്നത്? സ്കിന്നറാണ്. സ്കിന്നേഴ്സ് തിയറി ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ലേണിംഗ് മെത്തേഡാണ് ഇത് ഓപ്പറാൻഡ് കണ്ടീഷനിങ്. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അടിക്കും അല്ലെങ്കിൽ ഇമ്പോസിഷൻ തരും എന്ന് പേടിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ പഠിച്ച ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒരു മിഠായി തരും. സോ അവിടെ റിവാർഡാണ്, മറ്റേത് പണിഷ്മെൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലേണിംഗ് നടക്കും. മൂന്നാമത്തത് ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ ഒരാളെ കണ്ടുപഠിക്കുന്നു. ഇപ്പോൾ ഹീറോ ഫിലിം സ്റ്റാർസ് ഒക്കെ ദുൽഖർ സൽമാൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഈ നമ്മൾ ആമ്പിള്ളേരെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. അതാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. എൽഡർലി അല്ലെങ്കിൽ അഡൾട്ട്സ് ചെയ്യുന്ന പരിപാടികളെല്ലാം കുട്ടികൾ കണ്ടുപഠിക്കും. ഇമിറ്റേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബണ്ടൂര ആണ് ഇതിൻ്റെ തിയറിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് ഫോം ചെയ്തിട്ടുള്ളത്. ആ എക്സ്പെരിമെൻ്റിൻ്റെ പേരാണ് ബണ്ടൂരാസ് ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. ബോബോഡോൾ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഒരു ഇൻഫ്ലേറ്റബിൾ ഡോളാണ് അത്. പക്ഷേ ബേസ് സോളിഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ പോയിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ബാക്കിലോട്ട് പോയി പിന്നെ തിരിച്ചു വന്ന് നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. ആ ബേസ് അനങ്ങത്തില്ല, മേളിൽ മാത്രം ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കൊച്ചു പിള്ളേരെ ഇങ്ങനെ ഒബ്സർവേഷൻ ഇരുത്തി ഓഡിയൻസ് ആയിട്ട്. എന്നിട്ട് അഡൾട്ട്സ് വന്ന് ഈ ബോബോ ഡോളിനെ ഭയങ്കരമായിട്ട് ഇടിച്ചുള്ള വയലൻസ് എല്ലാം കാണിച്ചിട്ട് പോയി. പിന്നെ ഒരു ബോബോ ഡോളിനെ
ഒന്നും ചെയ്തില്ല. അത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ മിണ്ടാതെ അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ബിഹേവിയർ നോക്കിക്കഴിഞ്ഞപ്പം ഈ അഗ്രസീവ് ബിഹേവിയർ കണ്ട പിള്ളേരെല്ലാം ആ ബോബഡോളിനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന കണ്ടവരെല്ലാവരും അവരുടെ ബിഹേവിയർ അങ്ങനെ തന്നെയായിരുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇമിറ്റേഷൻ. അവർ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്തതാണിത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യും? ഒന്ന് മോട്ടിവേഷൻ, നമ്മുടെ ഡ്രൈവ്, റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്. നമ്മൾ കാര്യം നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവും മക്കളും ഒക്കെ നല്ലത് എന്ന് പറയണം നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ? അത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതാണ് നമ്മുടെ റിവാർഡ്. പിന്നെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, പിന്നെ ലേണർ റെഡിനെസ്. ഞാൻ എത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ അതിനനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു കൊള്ളുക ഈ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളതെന്ന്. അടുത്ത ഹാബിറ്റ് ഫോർമേഷൻ. അപ്പോൾ ഈ നമ്മൾ ലേൺ ചെയ്ത കാര്യം റിപ്പീറ്റഡ് ആയിട്ടും റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് ഹാബിറ്റായിട്ട് നമുക്ക് മാറും. അതല്ലേ പറയുന്നത്, 21 ദിവസം എടുക്കും നമ്മളൊരു പുതിയ കാര്യം പഴയത് അൺലേൺ ചെയ്ത് പുതുതായിട്ട് ഫോം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഫോർമേഷൻ്റെ തുടക്കം ഒരു 21 ദിവസമെങ്കിലും നമുക്ക് വേണം. ആൻഡ് ഇറ്റ് ടേക്സ് 60 days ഫോർ എ ഹാബിറ്റ് ടു റിയലി ഫോം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് നടക്കണം അല്ലെങ്കിൽ യോഗ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 60 ദിവസം കണ്ടിന്യൂസ്ലി നോൺ സ്റ്റോപ്പ് മിസ് ചെയ്യാതെ ചെയ്താൽ മാത്രമേ അതൊരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ കൂടെ വരികയുള്ളൂ. യെസ്, സോ ദാറ്റ് ഈസ് അബൌട്ട് ലേണിംഗ്. നെക്സ്റ്റ് ഇസ് മെമ്മറി. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മെമ്മറി. മെമ്മറിയിൽ ഷോർട്ട് ടേം, ലോങ് ടേം, സെൻസറി മെമ്മറി ഒക്കെ ഉണ്ട്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ അറ്റൻഷൻ, ഇമോഷൻ, റെപ്പറ്റേഷൻ ആൻഡ് അസോസിയേഷൻ. ഇതൊക്കെ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്. എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം മെമ്മറീനെ? നിമോണിക്സ് യൂസ് ചെയ്യാം. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് പോലെയൊക്കെ ഫോം ചെയ്ത് ദാറ്റ് യു ക്യാൻ റിമെമ്പർ. സ്പേസ്ഡ് റെപ്പറ്റേഷൻ. സ്പേസ്ഡ് റെപ്പറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പഠിച്ചു, അതവിടെ കളയാനല്ല, അടുത്തത് day 2 again come back to the same thing, then day 5 and day 7 and maybe at the end of the month. ഇങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പഠിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഇരിക്കാമെന്നല്ലാതെ ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മെമ്മറി ടെക്നിക്സിന്. അതൊക്കെ സയൻറ്റിഫിക്കലി നമ്മൾ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, വാട്ട് എവർ യു ലേൺ വിൽ നെവർ കം ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ. ഇപ്പം ഈ വീഡിയോ കാണുന്നവരിൽ പലരും DME പരീക്ഷ എഴുതുന്നവരുണ്ടാവും. ചില ആൾക്കാർക്ക് കിട്ടും, ചില ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ ഈ കിട്ടാത്ത ആൾക്കാർ പിന്നെ ചിന്തിക്കണം എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സെൽഫ് അനാലിസിസും നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വല്ലപ്പോഴും കൂടെ വൺസ് ഇൻ എ വൈൽ ഇഫ് യു വിസിറ്റ് ആൻഡ് ട്രൈ ടു സ്റ്റഡി, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. യു നീഡ് ഓൾ ഓഫ് ദീസ് തിങ്സ് വിച്ച് ആർ സയൻറ്റിഫിക്കലി പ്രൂവൺ. ദെൻ ചങ്കിങ്. ചങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വേണം പഠിക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ നമുക്ക് റിറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അടുത്തത് ഫൊഗറ്റിങ്. ഫൊഗറ്റിങ്ങിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫേഡിങ് അല്ലെങ്കിൽ ഡി കെ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാത്തത് മറക്കും അല്ലേ? ഒരു ഫോൺ നമ്പർ നമ്മൾ കുറേ കാലം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ നമ്മൾ മറന്നു പോകും. ദറ്റ് ഈസ് ഫെയ്ഡിങ്. ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ പഴയത് നമ്മൾ മറക്കും, ചിലപ്പം പഴയത് വരുമ്പം പഴയതുള്ളത് കൊണ്ട് പുതിയത് മറക്കും. അതിനൊരു എക്സാമ്പിൾ പറയാം. ജനുവരി 2025 തുടക്കത്തിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നത് എപ്പോഴും 2024 എന്നായിരിക്കും അല്ലേ? കാരണം ഓൾഡ് ഈസ് ദെയർ റീറ്റെയിൻഡ്, ന്യൂ വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും അത്. ദെൻ റിട്രൈവൽ ഫെയിലിയർ. പണ്ട് പഠിച്ചതൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളെല്ലാവരും സഫർ ചെയ്യുന്നതല്ലേ. തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഇട്ടു പിന്നെ വരുന്നില്ല. സോ ദറ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് ഫൊഗറ്റിംഗ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് അബൌട്ട് നെക്സ്റ്റ് ഈസ് അബൌട്ട് തിങ്കിങ്. തിങ്കിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. പല തരത്തിലുണ്ട്. അത് കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ്, ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ട് മാത്രം മനസ്സിലാക്കുക. പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേന കണ്ട് ഓക്കെ ഇത് കോൺക്രീറ്റ് തിങ്കിങ് ആണ്. പേന എന്ന് പറയുമ്പോൾ കാണിച്ച് പറയുന്നതാണ് കോൺക്രീറ്റ് തിങ്കിങ്. കൊച്ചു പിള്ളേരൊക്കെ അങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്. പിന്നെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കുറച്ച് വലുതായി കഴിയുമ്പോൾ എൻ്റെ മെമ്മറിയിൽ ഇതിങ്ങനെ പതിഞ്ഞിട്ടുണ്ട്, പേന എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ പിന്നെ ചുമ്മാ പേന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമേജ് തലയിലേക്ക് വരും. അതാണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, വി ക്യാൻ മേക്ക് തിങ്സ് ഔട്ട് ഓഫ് അവർ ഇമാജിനേഷൻ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നതാണ്. പല കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് വരുന്നതാണ്.
So thinking can be from simple recall to complex problem solving. റീസണിങ്ങിൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, ഇതും റിസർച്ചിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. റിസർച്ചിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രം സ്പെസിഫിക് ടു ജനറൽ. മനസ്സിലായോ? ഒരാളെ കണ്ടിട്ട് നമ്മൾ പറയുന്നു ഇയാൾ ഇങ്ങനെയാണെങ്കിൽ അടുത്ത 10 പേരും ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ 10 പേരെ കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണ്, അപ്പോൾ അടുത്ത് ഇയാൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എല്ലാ കാക്കകളും കറുപ്പ് എന്ന് നമ്മൾ പറയുന്നതാണ് ഡിഡക്റ്റീവ്. ഒരുപാട് കാര്യത്തിൽ നിന്നും ഒന്നിലേക്ക് വരുന്നതാണ് ഡിഡക്റ്റീവ്. നെക്സ്റ്റ് ഈസ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എങ്ങനെയൊക്കെ ചെയ്യാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഇൻസൈറ്റ്സ് ഉണ്ട്, ആൽഗോറിതംസ് ഉണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതല്ലേ. ചെയ്തു ശരിയായില്ല, അത് കളഞ്ഞു. റെസിപ്പീസ് ഒക്കെ ഇനിഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ ട്രയൽ ആൻഡ് എറർ ആണ്. ദെൻ ഇൻസൈറ്റ്സ് നമുക്ക് അറിയുന്ന നോളജ്, നമ്മുടെ എക്സ്പീരിയൻസ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യും. ആൽഗോറിതംസ് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആൽഗോറിതം ബേസ്ഡ് പ്രോബ്ലം സോൾവിങ് ആണ്. So this enhances thinking and helps us to do critical thinking, judgment and decision making in nursing. Next is aptitude. Aptitude എന്ന് പറയുന്നത് natural ability to learn certain task. Mechanical, numerical, verbal, artistic ഒക്കെ ഉണ്ട്. That varies. ഇത് കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത സൈക്കോമെട്രിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, നമ്മുടെ തലച്ചോറ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സയന്റിഫിക് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് സൈക്കോമെട്രിക് അസസ്മെന്റ്. അതിനകത്ത് കുറേ ടെസ്റ്റുകൾ വരും. ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, മെമ്മറി സ്കിൽസ്, തിങ്കിങ് അസസ്മെന്റ് ഒക്കെ വരും. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ആർമിയിലൊക്കെ പോകുമ്പോഴേ, അങ്ങനത്തെ ഭയങ്കര ഹൈ ലെവൽ നല്ല കോഗ്നിറ്റീവ് സ്കിൽസ് വേണ്ടുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ പൈലറ്റ് ഒക്കെ ആവണമെങ്കിലൊക്കെ സൈക്കോമെട്രിക് അസസ്മെന്റ് ഒരു സെറ്റ് തന്നെ ഉണ്ട്. ദിൽ have to undergo all of this. So this can be used in counseling, education, recruitment and even clinical settings. പിന്നെ ഓൾട്ടറേഷൻസ് ഇൻ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി പെർസെപ്ഷൻ്റെ ഒക്കെ ഓൾട്ടറേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡെലീരിയം, ഡിമെൻഷ്യ. ഇതിനെപ്പറ്റിയും ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ്ലി. ഹാലൂസിനേഷൻസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, ADHD, ഇതെല്ലാം സൈക്യാട്രിയുടെ ക്വിക്ക് റിവ്യൂ അല്ലെങ്കിൽ റീക്യാപ്പ് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ദെൻ as nurses you have to assess the cognition levels in mental health and also geriatrics and neurology cases. So that's about, in short, psychology recap. Thank you very much.